കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചൈന ഒരു വലിയ വിമാനവാഹിനി കപ്പൽ ലോഞ്ച് ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അമേരിക്കയ്ക്ക് ശേഷം 85,000 ടൺ വിമാനം വഹിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ വിമാനവാഹിനി കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ അത് ചൈനയുടെ നാവികസേനയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ശത്രു ഇത്രയധികം യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ അതിനോട് തന്ത്രപരമായി പൊരുത്തപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകൾ നമുക്കും നിർമ്മിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഉടൻ തന്നെ 5 or 6 വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിപ്പിക്കുമെന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി അറിയിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഈ 5 അല്ലെങ്കിൽ 6 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് നിർമ്മിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് ഉണ്ടോ? അത്തരം എയർക്രാഫ്റ്റ് കാരിയേഴ്സ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും? അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ്? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി തന്നെ അറിയാം. ഒന്നാമതായി, ഇന്ത്യയിൽ ഈ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മാണം ആരംഭിച്ചത് INS വിക്രാന്തിൽ നിന്നാണ്. നമ്മൾ ഈ യുദ്ധക്കപ്പലുകൾ വിജയകരമായി നിർമ്മിച്ചാലും അതിനുള്ള കാലതാമസം വളരെ കൂടുതലാണ്. വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിച്ചതിന്റെ അനുഭവ പരിചയം നമുക്കില്ല. ഇതാണ് ഇതിനുള്ള പ്രധാന കാരണം. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും തെറ്റുകളും കാരണം കാലതാമസത്തിന്റെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ ഈ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിച്ചിട്ട് തന്നെ 10-12 വർഷമായി. പക്ഷേ ഇത് നിർമ്മിച്ച കമ്പനി പറഞ്ഞത് ഇത് എങ്ങനെ നിർമ്മിക്കണം എന്നതിന്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവിട്ടാൽ വെറും 6 വർഷം കൊണ്ട് INS വിക്രാന്ത് പോലുള്ള ഒരു യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ കഴിയും എന്ന് ആ കമ്പനി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേന പറയുന്നത് ഞങ്ങൾക്ക് 3 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബംഗാൾ ഉൾക്കടലിലൊന്ന്, അറബിക്കടലിലൊരെണ്ണം, മെയിൻ്റനൻസിനായി ഒന്ന്, സ്പെയറിനൊന്ന്, ഇങ്ങനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഏറെക്കാലമായി ഇന്ത്യൻ നാവികസേന ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ഇപ്പോഴെന്നല്ല, 10-15 വർഷമായി ചോദിക്കുന്നുണ്ട്. അതിനായി നമ്മുടെ സർക്കാരും പ്രതിരോധ സമിതിയും 3ാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതിനുള്ള ഓർഡർ ഉടൻ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് നൽകും. എന്നാൽ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ 3 കൂടി അവസാനിപ്പിക്കില്ല, 5 or 6 വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുമെന്നാണ്. ഒരു 6 വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ, നിർമ്മിക്കണമെങ്കിൽ 3 പ്രധാന വെല്ലുവിളികളുണ്ട്. ആദ്യത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ്. അത് ഒരു സമയം ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയാണ്. അതായത് ഒരു ഡ്രൈ ഡോക്കിൽ നിങ്ങൾക്ക് ഒരു സമയം ഒരേ ഒരു എയർക്രാഫ്റ്റ് കാരിയർ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 3 വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് തീർച്ചയായും അത് ചെയ്യാൻ കഴിയും. അതിനുള്ള അംഗബലം അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി ആ കമ്പനി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കില്ല, ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യില്ല. ഈ 3 വിമാനവാഹിനി കപ്പലുകൾക്കപ്പുറം കമ്പനിക്ക് സ്വകാര്യ ഓർഡറുകൾ ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ കപ്പലുകൾ നിർമ്മിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതിനാൽ ഇത്തരം ഓർഡറുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എത്തുന്നതുവരെ, അല്ലെങ്കിൽ ആ കമ്പനി അത്രത്തോളം വളരുന്നതുവരെയും അവർ ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും ഏറ്റെടുക്കില്ല. ഇതാണ് നമ്മൾ നേരിടുന്ന ആദ്യത്തെ തടസ്സം. അടുത്തത് യുദ്ധവിമാനങ്ങളാണ്. റാഫേൽ M യുദ്ധവിമാനത്തിന് നമ്മൾ ഓർഡർ നൽകിയത് എല്ലാവർക്കും അറിയാം. 26-ന് അത് വരും. അടുത്ത TED-BF എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഈ TED-BF ഒരു ട്വിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റ് ജെറ്റ് ആണ്. നാവികസേനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. എന്നാൽ നമുക്കത് മോഡിഫൈ ചെയ്ത് നമ്മുടെ എയർക്രാഫ്റ്റിലും ഉപയോഗിക്കാം. വിമാനത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ MK-1A, MK-2 എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായതിനാൽ അതിന്റെ വലിപ്പം വലുതായിരിക്കും. ഈ ഫൈറ്റർ ജെറ്റിന്റെ മോഡൽ നോക്കുമ്പോൾ റഫേൽ പോലെ ഡെൽറ്റ വിംഗ് അധിഷ്ഠിത വിമാനമാണെന്ന് കാണാൻ സാധിക്കും. ഈ യുദ്ധവിമാനത്തെ സംബന്ധിച്ചിടത്തോളം 4.5 ജനറേഷൻ വിമാനം കിട്ടിയാൽ അത് തേജസ് MK-1A, തേജസ് MK-2 എന്നിവ മതിയാകുമെന്ന് ഇന്ത്യൻ എയർവേസ് പറയുന്നു. ഞങ്ങൾക്ക് മറ്റൊരു വിമാനവും ആവശ്യമില്ല. അതിനുശേഷം ഇനി വാങ്ങുകയാണെങ്കിൽ അത് 5ാം തലമുറ വിമാനം മാത്രമേ വാങ്ങുകയുള്ളൂ. ഞങ്ങൾക്ക് 4ാം തലമുറ വേണ്ട എന്നവർ പറഞ്ഞു. അതുകൊണ്ട് അവർ ഒരു ഡെക്ക് അധിഷ്ഠിത യുദ്ധവിമാനം നിർമ്മിക്കുകയാണെങ്കിൽ അത് നാവികസേനയ്ക്ക് മാത്രമായി. അവർക്ക് വേണ്ടി അത് മാറ്റിവെച്ചിട്ടുണ്ട്. നാവികസേനയുടെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ അവർക്കിപ്പോൾ 120 യുദ്ധവിമാനങ്ങൾ ആവശ്യമാണ്. 120 യുദ്ധവിമാനങ്ങളുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അത് നിർമ്മിച്ച് അതിനായി ഒരു പ്രൊഡക്ഷൻ ലൈൻ നിർമ്മിച്ച് യുദ്ധവിമാനം കയറ്റുമതി ചെയ്യണമെങ്കിൽ ചിലവ് പല മടങ്ങ് വരും. ആ ചിലവ് ഉപയോഗിച്ച് 3 മടങ്ങിൽ കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. അത്രത്തോളം വളരെ കൂടുതലായിരിക്കും. ഇക്കാരണത്താൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി, DRDO, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് 3 പേരും ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു കാര്യം അറിയിച്ചു. TED-BF-നെ സംബന്ധിച്ച് ഇന്ത്യൻ എയർവേസ് ഈ യുദ്ധവിമാനം വാങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചിലവ് കുറച്ച് നൽകാൻ കഴിയൂ, അല്ലെങ്കിൽ ചിലവ് വർദ്ധിക്കും. അടുത്ത പ്രശ്നം AMCA പ്രോഗ്രാമാണ്. AMCA പ്രോഗ്രാം അനുസരിച്ച് 5 സ്ക്വാഡ്രണുകൾ വാങ്ങാൻ ഇന്ത്യൻ എയർവേസ് ഇതിനകം തന്നെ പ്രതിജ്ഞാബദ്ധത നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇന്ത്യൻ നേവിക്ക് 2 സ്ക്വാഡ്രണുകൾ വാങ്ങണമെങ്കിൽ നമുക്ക് AMCA കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഇന്ത്യൻ നേവിയിൽ പ്രവർത്തിപ്പിക്കാം. എന്നാൽ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ
ആംക 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഇതിന് സ്റ്റെൽത്ത് കോട്ടിംഗ് ഉണ്ട്. അതിനാൽ ഇന്റേണൽ വെപ്പൺസ് ബേയിൽ മാത്രമേ അതിന് ആയുധങ്ങൾ വഹിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കിത് ബാഹ്യമായി കൊണ്ടുപോകണമെങ്കിൽ 4.5 ജനറേഷൻ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിയില്ല. ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രധാന കാര്യം ഈ 5ാം തലമുറ യുദ്ധവിമാനത്തിലെ സ്റ്റെൽത്ത് കോട്ടിംഗ് സാങ്കേതിക വിദ്യ എന്നത് നമുക്കത് കടലിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത് പരിപാലിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഉപ്പ്, കാറ്റ്, വിമാനം താഴെ വീഴുക, ഇങ്ങനെ എയർഫ്രെയിമിന് ഇത്രയും സമ്മർദ്ദം താങ്ങാൻ കഴിയില്ല. അറ്റകുറ്റപ്പണികൾക്കായി കൂടുതൽ ചിലവാക്കേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായ US നേവിയിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം F-35 വിമാനങ്ങളാണ് എടുക്കുന്നത്. അവരുടെ വിമാനവാഹിനി കപ്പലിലേക്ക് നോക്കിയാൽ മിക്കവാറും ഈ സൂപ്പർ ഹോർനെറ്റുകൾ മാത്രമാണ്. വളരെ കുറച്ച് F-35 വിമാനങ്ങളെ അവർ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ 5-10 മാത്രമേ കാണുകയുള്ളൂ. ഇനി ജപ്പാനീസ് സെൽഫ് ഡിഫൻസ് ഫോഴ്സ് നോക്കിയാൽ അവരുടെ വിമാനവാഹിനി കപ്പൽ 10 വിമാനങ്ങൾ മാത്രമേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ. അതിനാൽ ഈ 10 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ എയർക്രാഫ്റ്റ് കാരിയറിൽ 40 യുദ്ധവിമാനങ്ങളും 5ാം തലമുറയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് നിങ്ങൾ കരുതുന്നു എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല. അതിനായി ധാരാളം പണം ചിലവാക്കേണ്ടി വരും. അതാണ് നിഗമനം. ഈ യുദ്ധവിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാനാകുമെന്ന് ചോദിച്ചാൽ മറ്റു മാർഗമില്ല. ഒന്നുകിൽ TED-BF എന്ന പ്രോഗ്രാം വൻതോതിൽ കയറ്റുമതി ചെയ്യണം, അല്ലെങ്കിൽ യുദ്ധവിമാനം ഇങ്ങോട്ടേക്ക് വാങ്ങണം. അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പുറമെ അവർക്ക് തീരത്ത് അധിഷ്ഠിതമായ വിമാന സൗകര്യമുണ്ട്. അതായത് രാമേശ്വരത്ത് INS പരുന്ത് എന്ന പേരിൽ ഒരു എയർബേസ് ഉണ്ട്. ഇത് ഇന്ത്യൻ നേവിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അത്തരമൊരു എയർബേസിൽ പോലും നിങ്ങൾ TED-BF പ്രോഗ്രാമിലെ യുദ്ധവിമാനം ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് TED-BF പ്രോഗ്രാം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തപക്ഷം റഫേൽ യുദ്ധവിമാനം വാങ്ങേണ്ടി വരും. അത് വാങ്ങേണ്ടി വരുമ്പോൾ നിങ്ങൾ 6 വിമാനവാഹിനി കപ്പലുകൾ നോക്കിയാൽ നമുക്ക് റഫേൽ യുദ്ധവിമാനം പൂർണ്ണമായും നിറയ്ക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആത്മനിർഭർ ഭാരത് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും ഇന്ത്യൻ സാങ്കേതിക വിദ്യ എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത 10 വർഷം വിദേശത്തു നിന്ന് കയറ്റുമതി ചെയ്യുന്ന യുദ്ധവിമാനം ഉപയോഗിച്ചാൽ അത് നമുക്ക് ഗുണകരമാകില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം AWACS ആണ്. AWACS റാഡാർ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ഇതിനകം തന്നെ അറിയാം. നിങ്ങൾക്ക് നിലത്ത് ഒരു റേഡാർ ഉണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് വരുന്ന വിമാനങ്ങളെയോ വിമാനവാഹിനി കപ്പലുകളെയോ നിങ്ങൾക്ക് കണ്ടെത്താനാകില്ല. കാരണം ഭൂമി ഉരുണ്ടതാണ്. 400-500 കിലോമീറ്റർ അകലെ നിന്ന് ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന വസ്തുക്കളെ മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താനാവുകയുള്ളൂ. ഭൂമിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ റേഡാർ സിസ്റ്റത്തിന് ഡിറ്റക്ട് ചെയ്യാനാകില്ല. അത് S-400 ആയാലും S-500 ആയാലും അങ്ങനെ തന്നെ. കടലിലെ കപ്പലുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ബ്രഹ്മോസ് പോലുള്ള AWACS സിസ്റ്റം സ്കീമിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. കപ്പലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വരുന്ന വിമാനങ്ങളെ AWACS റാഡാറിന് കണ്ടെത്താൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ആകാശത്ത് AWACS റാഡാർ സ്ഥാപിക്കും. നിങ്ങൾ ആകാശത്ത് നിന്ന് AWACS റാഡാറിനെ നയിക്കുകയാണെങ്കിൽ കപ്പലിൽ നിന്ന് 100-150 കിലോമീറ്റർ അകലെയുള്ള അതേ ബ്രഹ്മോസ് വിമാനം നിങ്ങൾക്ക് കണ്ടെത്താനാകും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. സത്യത്തിൽ കപ്പലിൽ നിന്ന് 100-150 കിലോമീറ്റർ അകലെയുള്ള ബ്രഹ്മോസ് വിമാനം നിങ്ങൾക്ക് കണ്ടെത്താനാകില്ല. ജസ്റ്റ് ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് AWACS റാഡാറിനെ നയിക്കേണ്ടത് ഒരു ടർബോപ്രോപ്പ് വിമാനമാണ്. നിങ്ങൾക്ക് ടർബോപ്രോപ്പ് വിമാനം ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു കാറ്റപ്പൾട്ട് ലോഞ്ച് സിസ്റ്റം ആവശ്യമാണ്. കാരണം ടർബോപ്രോപ്പ് വിമാനത്തിന് അത്ര ശക്തിയില്ല. നിങ്ങളൊരു ഫൈറ്റർ ജെറ്റ് എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ ബേണിലായിരിക്കുമ്പോൾ ജെറ്റ് എഞ്ചിന് അത്രയും ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് റാമ്പിലൂടെ അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ടർബോപ്രോപ്പ് വിമാനങ്ങൾക്ക് അത്രയും ശക്തിയോ ത്രസ്റ്റോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഇത്തരം വിമാനങ്ങൾക്ക് നമ്മുടെ വിമാനങ്ങളിൽ നിന്നും പറന്നുയരാനുമാകില്ല. അതിനാൽ നിലവിലെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്നും ഭാവിയിലെ INS വിക്രാന്ത് യുദ്ധക്കപ്പലിൽ നിന്നും നമുക്ക് AWACS റാഡാർ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ആ ഹെലികോപ്റ്റർ പറത്തി AWACS ആയി ഉപയോഗിക്കാം. പക്ഷേ ടർബോപ്രോപ്പ് വിമാനങ്ങളെ പോലെ വേഗത്തിൽ പറക്കാൻ ഹെലികോപ്റ്ററിനും കഴിയില്ല. ഇതിവിടെ വലിയൊരു പോരായ്മയാണ്. ഇക്കാരണത്താൽ നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിക് അഡാപ്റ്റീവ് ലോഞ്ച് സിസ്റ്റമായ ഒരു ഇമെയിൽസ് ആവശ്യമാണ്. ചൈനക്കാരും ഇതിലേക്കാണ് പോയത്. പക്ഷേ ഈ സമീപനം വളരെ അപകടകരമാണ്. ഇമെയിൽസിന് ആവശ്യമായ വൈദ്യുതി വളരെ കൂടുതലാണ്. അതിൻ്റെ പേര് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പൽഷൻ എന്നാണ്. അത്രയും ഇലക്ട്രിസിറ്റി ഒരു കൺവെൻഷണൽ കാരിയറിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നത് വലിയ സംശയമാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താലും ഇമെയിൽസ് റീചാർജ് ചെയ്യാൻ സമയമെടുക്കും. അതിനാൽ അമേരിക്കൻ ആണവ പവേർഡ് എയർക്രാഫ്റ്റുകൾ പോലെ വേഗത്തിൽ ഈ ഇമെയിൽസ് വിക്ഷേപിക്കാൻ കഴിയില്ല. അങ്ങനെ യുദ്ധവിമാനം വിക്ഷേപിക്കണമെങ്കിൽ കുറച്ച് മിനിറ്റ് കാത്തിരിക്കണം. കാരണം ഇമെയിൽസ് റീചാർജ് ചെയ്യണം. ഇക്കാരണത്താൽ ഇമെയിൽസിന് പവർ നൽകാനുള്ള കൺവെൻഷണൽ ഊർജം അവർക്കില്ല. ഇത് യഥാർത്ഥത്തിൽ സാധ്യമല്ല. തിയററ്റിക്കലി സാധ്യമല്ലാത്ത കാര്യം എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കുക? അതിനാൽ ഇവയൊക്കെയാണ് പ്രശ്നങ്ങൾ.
നമുക്ക് ഇമെയിൽസ് വേണമെങ്കിൽ വിമാനവാഹിനി കപ്പലിന് 90,000 ടൺ ഭാരമുണ്ടാകും. അതും ആണവ ശക്തിയുള്ള വിമാനവാഹിനി കപ്പലായിരിക്കണം അത്. എങ്കിൽ മാത്രമേ പ്രവർത്തിപ്പിക്കാനും സാധിക്കൂ. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റീം കാറ്റപ്പൾട്ട് സംവിധാനത്തിലേക്ക് പോകണം. ഈ സ്റ്റീം കാറ്റപ്പൾട്ട് കാലഹരണപ്പെട്ടതാണ്. ഇപ്പോഴുള്ള വിമാനങ്ങളിൽ ഇത് നിർമ്മിച്ചിട്ടില്ല. അതിനാൽ അത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട്. 5 വിമാനവാഹിനി കപ്പലുകൾ നമുക്ക് അത്ര എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ നിരവധി വെല്ലുവിളികൾ ഇതിനകം തന്നെ നേരിട്ടിട്ടുണ്ട്. അതുപോലെ ഈ വെല്ലുവിളിയും നേരിട്ട് വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.